എൻ്റെ പേര് ശ്രുതി. ഞാൻ പറഞ്ഞത് പറവൂരിൽ നിന്നാണ്. ഈ അമ്മ മാതാവിന് തിരുകുമാരൻ 1000 നന്ദി. ഈ തലയിൽ കയറി സാക്ഷ്യം പറയാൻ പറ്റിയതിന് 1000 നന്ദി. ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഇതെൻ്റെ മോള്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 നവംബറിലാണ്. അതല്ലാതെ ഞാൻ ആദ്യമായി വരുന്നത് 2018 വന്നെങ്കിലും എനിക്കിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പ്രാർത്ഥിച്ചു പോയി. ഞാൻ വെച്ച നിയോഗങ്ങൾ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാമോ സാക്ഷ്യം, 30 വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വഴി ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തുണ്ട് വഴിയായിരുന്നു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് അമ്മ മാതാവ് ഡേറ്റ് തന്നു. ഉപ്പിട്ട് പ്രാർത്ഥിക്കുക ശേഷം ഞങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് അമ്മ മാതാവ് ഞങ്ങൾക്ക് വഴി തന്ന് അനുഗ്രഹിച്ചു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്ന മുമ്പ് തന്നെ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വഴി തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, അമ്മ തിരുകുമാരനും. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. ഞങ്ങൾക്ക് ലോണിനൊക്കെ നടന്നിട്ട് ഞങ്ങൾക്ക് ഒട്ടും ലോണൊന്നും ശരിയാവുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. അമ്മ മാതാവിനോട് തിരുകുമാരൻ പ്രാർത്ഥിച്ചു. അച്ഛനെ വന്ന് കണ്ടു. ഞങ്ങൾ കാശ് രൂപം ഞങ്ങൾ മേടിക്കാൻ പോണ വീട്ടിൽ സ്ഥാപിച്ചു. ഞങ്ങൾ മേടിക്കാൻ പോണ വീട്ടുകാർ ഒത്തിരി ഞങ്ങൾ സഹായിച്ചു. അമ്മ മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാത്തിനും അവരെ ഞങ്ങൾ സഹായിച്ചു. ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾ 15 ദിവസം മാർച്ച് അതുവരെ ഞങ്ങൾ വേറെ ബാങ്കുകളിൽ ലോൺ കിട്ടാതിരുന്ന ഞങ്ങൾക്ക് മാർച്ച് 15 ശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സായി. മാർച്ച് 28 ഞങ്ങൾക്ക് ലോൺ പാസ്സാകുകയും അമ്മ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് പുതിയൊരു വീട് മേടിക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടി ഓടിക്കാൻ ഉള്ളത്. ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് വണ്ടി ഓടിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു 30 കിലോമീറ്ററിന് തന്നെ വണ്ടി ഓടിച്ച് ഇവിടം വരെ വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മ മാതാവിന് തിരുകുമാരൻ്റെയും കാരണം കൊണ്ട് എനിക്ക് ഇവിടം വരെ 35 കിലോമീറ്റർ ഓടിച്ച് എനിക്ക് വരാൻ സാധിച്ചു. എനിക്ക് അമ്മ മാതാവ് ഓരോ ഇതിനും എനിക്ക് ഡേറ്റ് തന്നും എന്തെങ്കിലും അടയാളങ്ങൾ തന്ന് തന്നെ അമ്മ മാതാവ് അനുഗ്രഹിക്കാറുണ്ട്. എനിക്ക് എന്ത് പ്രാർത്ഥിച്ചാലും എനിക്കത് അടയാളങ്ങളായിട്ടോ എന്തായിട്ടോ അമ്മ മാതാവ് എനിക്ക് തരും. അത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് നടത്തി തരികയും ഏതെങ്കിലും അടയാളങ്ങൾ തന്നെ എനിക്ക് നടത്തി തരികയും ചെയ്യും. എൻ്റെ പേര് പ്രണവം. ഇത് 2025 ഫെബ്രുവരി മാസത്തിൽ ഞാൻ US വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് ചെന്നൈയിലാണ് സെൻറ്റർ കിട്ടിയത്. ഞാൻ ഇവിടെ വന്ന് പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേക്കും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ നിന്നൊരു കൗണ്ടറിൽ നിന്നൊരു പേനയും വാങ്ങിച്ചാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഇവിടുന്ന് 2 കെട്ട് പത്രം വാങ്ങിച്ച് അവിടെ ചെന്നൈ ചെന്ന് ഞാനാണെങ്കിൽ പത്രം വിതരണം നടത്തി. വൈകുന്നേരങ്ങളിൽ ഞാൻ വെളിയിൽ പോയിട്ട് പത്രം എല്ലാവർക്കും അവിടെയുള്ള ആൾക്കാർക്കെല്ലാം പത്രം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ ചെന്നിട്ട് പേന എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റ് ഞാൻ പിൻ ചെയ്തിട്ടാണ്, അതായത് മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു അടയാളമായിട്ട് ഞാൻ കാശ് രൂപവും പേനയും ഞാൻ എൻ്റെ പോക്കറ്റിൽ പിൻ ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. കാരണം US വിസ പലർക്കും, അതായത് സീമാർക്ക് പലർക്കും റിജക്റ്റ് ആകുന്നുണ്ടായിരുന്നു. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അമ്മ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രവർത്തിയായി എനിക്ക് വിസ ഇൻ്റർവ്യൂ പാസ്സാവുകയും എനിക്ക് ഫെബ്രുവരി തന്നെ വിസ ലഭിക്കുകയും ചെയ്തു. കാരണപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഓഫനേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ മാസവും വന്ന് 2-3 കെട്ട് പത്രം മേടിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഇപ്പം എല്ലാവർക്കും എന്നെ അറിയാം. എന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ഞാൻ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വരും. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവരും വന്ന് പറയും. എന്തെങ്കിലും കാര്യം നടക്കാനാണെങ്കിലും മാതാവോട് പറയണം, എനിക്ക് അത് നടത്തി തന്നെമെന്ന് പറയുന്ന രീതി പറഞ്ഞ് എല്ലാവർക്കും എൻ്റെ മുന്നിൽ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിത അവസാനം വരെ ഞങ്ങളെ ഉടമ്പടി തന്നെയായിരിക്കും. അമ്മ മാതാവിന് തിരുകുമാരൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ എന്ത് കാര്യത്തിലും എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും കൂടെ വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. യേശോപ്പ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രണവ് ശ്രുതി എന്ന ഈ ഇവരുടെ കുടുംബത്തിലുണ്ടായ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. രണ്ടുപേരും ഉടമ്പടിയിൽ വളരെ വിശ്വസ്തരായി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് അവർക്ക് രണ്ടാമതും ഇവിടെ സാക്ഷ്യം പറയാനുള്ള വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. അവരുടെ വീടിന് 30 വർഷമായിട്ട് വഴിയുണ്ടായിരുന്നില്ല. പ്രണവ് പറയുകയായിരുന്നു, അച്ഛൻ്റെ ചെറുപ്പം മുതൽ തന്നെ അവരൊരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനകം തന്നെ അവർക്ക് ഒരു കാറ് കടന്നു പോകാനുള്ള വിസ്താരമുള്ള ഒരു വഴി
അയൽപ്പക്കത്തു നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എത്ര തന്നെ പ്രതിസന്ധികളുള്ള ജീവിത ഭാരങ്ങളായാലും പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ സങ്കടങ്ങളെല്ലാം എടുത്തു മാറ്റി നമുക്ക് ആവശ്യമുള്ളതിലധികം അനുഗ്രഹങ്ങൾ നൽകുന്നതായി ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമ്മൾ ഏറ്റുപറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ യാതൊരു വരുമാനമില്ലാതിരുന്ന സമയത്താണ് മാർച്ച് 25 ഒരു ഡേറ്റ് ഈ മകൾക്ക് ലഭിക്കുകയും മാർച്ച് 25 ഇവർക്കറിയില്ലാഞ്ഞിട്ടായിരിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്ന വലിയ ദിവസമാണ്. ഈശോ ജനിക്കും, രക്ഷകൻ്റെ അമ്മയാകുമെന്നുള്ള മംഗളവാർത്ത ലഭിക്കുന്ന ദിവസമാണ് മാർച്ച് 25. ആ ദിവസം തന്നെ ഡേറ്റ് ഇട്ട് ഇവർക്ക് ആ ഡേറ്റിൽ തന്നെ അവർക്കൊരു വീട് വാങ്ങാനുള്ള ലോൺ പാസ്സാവുകയും, ലോൺ പാസ്സാകുന്നത് വളരെ അത്ഭുതമാണ്. ഒട്ടും തന്നെ ഇവർക്ക് ഒരു ചിട്ടിയെടുക്കാനുള്ള സാധ്യതകളില്ലാതിരുന്നു. അവർ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നു കിട്ടി അവർക്കൊരു പെട്ടെന്ന് വീട് വയ്ക്കാനുള്ള അനുഗ്രഹമുണ്ടായതായി ഇവരേറ്റു പറയുന്നു. പ്രണവിന് വിസ കിട്ടിയതായി, US വിസ കിട്ടിയതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 10 മാസത്തോളം അദ്ദേഹം വളരെ അലച്ചിലൂടെ ഇത് കിട്ടുമോ ഇല്ലയോ, അദ്ദേഹം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ US വിസ കിട്ടുമോ എന്നുള്ള വലിയ ആശങ്കയായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ കൃപാസനത്തിൽ വന്നാൽ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് ജോസഫ് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് മേടിക്കുക എന്നുള്ളത്. പക്ഷെ അന്ന് അച്ഛനെ കാണാൻ സാധിക്കാതിരുന്നപ്പോൾ അച്ഛൻ തന്നെ വെഞ്ചരിച്ച് നമുക്ക് നൽകുന്ന അവിടെ സ്റ്റോളിൽ നിന്നും പേന മേടിച്ചുകൊണ്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകനാണ് എന്ന് വളരെ പ്രത്യക്ഷമായിട്ടാണ് വിസയ്ക്ക് വേണ്ടി അദ്ദേഹം പോയത്, ഇൻ്റർവ്യൂവിന് പോയത്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സാമീപ്യത്തിൽ അദ്ദേഹത്തിന് വിസ ലഭിച്ചു എന്ന് ഏറ്റു പറയുന്നു. ഉടമ്പടി എടുത്തത് വഴിയായിട്ട് ശ്രുതിക്കുണ്ടായ ഒരു വലിയ അത്ഭുതമാണ് ധൈര്യം വന്നത്. 2 വീലർ ഓടിക്കാൻ വളരെ പേടിയായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പലരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒരു 0 ആയിരുന്നു, എനിക്ക് യാതൊരു മെറിറ്റുമില്ല, ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ എപ്പോഴും സങ്കടപ്പെട്ട് പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ശ്രുതി എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുകയും കൃത്യമായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ കൃത്യമായി ഉടമ്പടി പാലിക്കുകയും പ്രേക്ഷിത പ്രവർത്തനവും പ്രവൃത്തികളുമെല്ലാം പ്രണവ് പറയുകയായിരുന്നു. വിസയ്ക്ക് മുമ്പ് തന്നെ ഞാനൊരു ആസ്തി സ്വീകരിച്ചു, കാരണം ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ മറ്റുള്ളവരെ അറിയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഒരു വലിയ കാര്യം അമ്മ നൽകാൻ പോകുന്നതിന് മുൻപ് തന്നെ ഈശോയെക്കുറിച്ച് അദ്ദേഹം ഒരു ആസ്തി സമ്പാദിച്ചതിന് ശേഷമാണ് അവരുടെ സാധ്യതകൾ, അവരുടെ അനുഗ്രഹങ്ങൾ അവർ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അങ്ങനെ ശ്രുതിക്ക് വളരെ ധൈര്യമായി ഇന്ന് 35 കിലോമീറ്റർ ഹസ്ബൻഡിനെ പുറകിൽ വെച്ച് വണ്ടി ഓടിച്ച് ഇവിടെ കൃപാസനത്തിലേക്ക് വന്ന് അമ്മയോടും ഈശോയോടും ആ നല്ല വാർത്ത പറയാൻ അവർക്ക് സാധിച്ചു എന്ന് ഏറ്റു പറയുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയ്ക്ക് മധ്യസ്ഥത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടി ഒരു ഉറപ്പാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയും അതിനുള്ള സാധ്യതകൾ നമുക്ക് തുറന്നു തരുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോ നമ്മോട് കൂടെയുണ്ട്. നമുക്കതിനുള്ള അനുഗ്രഹങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ശ്രുതിക്കും പ്രണവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.